Hi guys, നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് Z transform of some basic signals ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. And our third question is x of n is equal to delta of n. Okay, x of n is equal to delta of n. And we know that x of z കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? So equal to summation n is equal to minus infinity to infinity delta of n z raised to minus n. Okay, and നമുക്കറിയാം summation ഒരു പ്രോപ്പർട്ടി ഉണ്ട്, n is equal to minus infinity to infinity delta of n minus n0 into x of n എന്ന് പറഞ്ഞാൽ is equal to x of n is equal to x of n0 എന്നാണ്. ഓക്കെ, ഇവിടെ n മൈനസ് 0 ആണ്. സോ z റേസ് ടു 0 ആയിരിക്കും ആൻസർ, വിച്ച് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ഈ പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾ എക്സിന് വരെ നമുക്ക് z റേസ് ടു മൈനസ് n ആണ് ആൻഡ് n മൈനസ് 0 അല്ലെങ്കിൽ 0യിൽ മാത്രമേ ഉള്ളൂ നമുക്ക് വാല്യൂ ആൻഡ് ദാറ്റ് വാല്യൂ ഈസ് 1. ഓക്കെ, അങ്ങനെ വേണമെങ്കിലും എടുക്കാം. അല്ലെങ്കിൽ n0 എന്ന് പറയുന്നത് 0 ആണ്, z റേസ് ടു 0 1. Okay, so x of z is 1 and the ROC is just like a Laplace transform. ROC is entire z plane. Okay, entire z plane. Okay, and our fourth question is x of n is equal to minus a raised to n u of minus n minus 1 and a less than 1. Okay, so ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുമ്പം യു ഓഫ് എൻ മൈനസ് 1 എന്ന് പറഞ്ഞാൽ മൈനസ് 1ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ടു ഇൻഫിനിറ്റി. സോ ഈ ഒരു ഇത് ചെയ്യുവാണെങ്കിൽ എ ലെസ് ദാൻ 1 ആകുമ്പോൾ മാക്സിമം വാല്യൂ വിൽ ബി ഇൻ മൈനസ് 1 ആൻഡ് ഇറ്റ് വിൽ ഡിക്രീസ് ആൻഡ് ഗോ ഓൺ. ഓക്കെ, ഇറ്റ് ഈസ് എ റേസ് ടു എൻ യു ഓഫ് മൈനസ് എൻ മൈനസ് 1. ഓക്കെ, മൈനസ് ഇല്ല, വെറും എ റേസ് ടു എൻ യു ഓഫ് എൻ മൈനസ് എൻ മൈനസ് 1. സോ എക്സ് ഓഫ് ഇസഡ് എഴുതുവാണെങ്കിൽ എക്സ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇസഡ് റേസ് ടു മൈനസ് എൻ ആണെന്ന് നമുക്ക് അറിയാം. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു സമ്മേഷൻ എൻ ഈസ് ഈക്വൽ ടു, ഞാൻ പറഞ്ഞു യു ഓഫ് മൈനസ് എൻ മൈനസ് 1 എന്ന് പറഞ്ഞാൽ മൈനസ് 1 ടു ഇൻഫിനിറ്റിയേ ഉള്ളൂ, മൈനസ് 1 ടു ഇൻഫിനിറ്റി. ഓക്കെ, ഈ മൈനസ് ഞാൻ വെളിയിലെടുത്തു. എ റേസ് ടു എൻ ഇസഡ് റേസ് ടു മൈനസ് എൻ. ഓക്കെ, യു ഓഫ് എൻ മൈനസ് 1ന് വരെ ഞാൻ എന്നിൻ്റെ റേഞ്ചാണ് മാറ്റിയത്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു സമ്മേഷൻ എൻ ഈസ് ഈക്വൽ ടു മൈനസ് 1 ടു ഇൻഫിനിറ്റി എ ഇസഡ് റേസ് ടു മൈനസ് 1 റേസ് ടു എൻ. ഓക്കെ ആണല്ലോ. ഇനി ഞാനിവിടെ ഒരു ഡമ്മി വേരിയബിളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ലെറ്റ് എം ഈസ് ഈക്വൽ ടു മൈനസ് എൻ. ഓക്കെ, ദെൻ എൻ മൈനസ് ഇൻഫിനിറ്റി ആകുമ്പം എം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. ആൻഡ് എൻ മൈനസ് 1 ആകുമ്പം എം എന്ന് പറയുന്നത് 1 ആകും. Okay, so which is equal to summation m is equal to 1 to infinity minus a z raised to minus 1 minus m. ഓക്കെ, ഇനി വരെ മൈനസ് എന്നിനാണ് എം എന്നിട്ടത്. സോ ഇത് ഞാൻ അകത്തേക്ക് ഇടുവാണെങ്കിൽ സമ്മേഷൻ മൈനസ് m is equal to 1 to infinity a raised to minus 1 z raised to m എന്ന് എനിക്ക് എഴുതാം.
ഓക്കെ, മൈനസിനെ ഞാൻ അകത്തേക്ക് എടുക്കുകയാണെങ്കിൽ. ഓക്കെ ആണല്ലോ, ഇത്രയും മനസ്സിലായല്ലോ. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്, ഞാൻ മൈനസ് സമ്മേഷൻ എം ഈസ് ഈക്വൽ ടു 1 to ഇൻഫിനിറ്റിയുടെ ഞാൻ 0 to ഇൻഫിനിറ്റി ആണ് കൊടുക്കാൻ പോകുന്നത്. സോ എനിത്തിങ് റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ആ 1നെ ഞാൻ മൈനസ് ചെയ്യുവാണ്. ഓക്കെ, അല്ലെങ്കിൽ പ്ലസ് ചെയ്യുവാണ്. ഓക്കെ, സോ ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഇവിടെ പ്ലസ് ചെയ്യുവാണ് 1. എ ഇൻവേഴ്സ് ഇസഡ് റേസ് ടു എം. ഓക്കെ, ഇവിടെ ഞാൻ 0 കൊടുത്തു. നമ്മുടെ മുമ്പത്തെ ഇക്വേഷൻ മൈനസ് എം ഈസ് ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എ ഇൻവേഴ്സ് ഇസഡ് റേസ് ടു എം എന്നായിരുന്നു. ഓക്കെ, ഞാൻ ഇവിടെ ഒരു +1ഉം -1ഉം ചേർത്തു. ഈ -1ന് ഞാൻ എന്താണ് എ ഇൻവേഴ്സ് ഇസഡ് റേസ് ടു 0 എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, സോ അതും കൂടെ ആഡ് ചെയ്യുമ്പം എം ഈസ് ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി എ ഇൻവേഴ്സ് ഇസഡ് റേസ് ടു എം എന്ന് എഴുതാം. ആൻഡ് ഒരു 1 +1 കിടന്നത് അത് അതുപോലെ എഴുതി. ഓക്കെ, 0 ആക്കി, അതുകൊണ്ട് ഇവിടെ ഒരു 1 ഞാൻ ആഡ് ചെയ്തു. ആൻഡ് ഇതിൻ്റെ നമ്മൾ ചെയ്തായിരുന്നു 1 മൈനസ് 1/1 മൈനസ് എ ഇൻവേഴ്സ് ഇസഡ്. ഓക്കെ ആണല്ലോ, പ്രൊവൈഡഡ് mod A inverse Z is less than 1. Okay, which is equal to 1 minus എന്താണ് A inverse Z എന്ന് പറഞ്ഞാൽ Z by A എന്നാണ് കിട്ടുന്നത് Z by A, which is equal to A by A minus Z. Okay, A inverse Z എന്ന് പറഞ്ഞാൽ Z by A. ഓക്കെ, 1 മൈനസ് Z by A എന്ന് പറഞ്ഞാൽ A മൈനസ് Z by A. ഓക്കെ, 1/1 മൈനസ് Z by A ഇസ് ഈക്വൽ ടു A by A മൈനസ് Z. ഓക്കെ, ഇതിനെ തിരിച്ചിടുക. സോ ഈ ഒരു ടേമിന് പകരം ഞാൻ A by A മൈനസ് Z എന്ന് എഴുതി. ഫോർ mod Z by A less than 1. ഓക്കെ, കോമൺ എടുത്ത് നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പം നമുക്ക് കിട്ടും, എന്ത് കിട്ടും, A മൈനസ് Z മൈനസ് A by A മൈനസ് Z ഫോർ mod Z less than mod A, which is equal to minus Z by A minus Z for mod Z less than mod A. ഇനി ഈ മൈനസിനെ താഴേക്ക് കൊണ്ടുവന്നാൽ എന്ത് കിട്ടും, Z by Z minus A for mod Z less than mod A. So ROC വരയ്ക്കുവാണെങ്കിൽ in the Z plane. So this is the Z plane with real part of Z and imaginary part of Z. Okay, ROC വരയ്ക്കുവാണെങ്കിൽ there will be a circle of radius A and the ROC will be mod Z less than A. So this portion will be ROC. Okay, so നമ്മൾ A raised to n u of n ചെയ്തപ്പം Z ട്രാൻസ്ഫോം കിട്ടിയത് എന്താണ്, Z ട്രാൻസ്ഫോം ഓഫ് A raised to n u of n എന്ന് പറയുന്നത് Z by Z minus A for mod Z greater than A ആയിരുന്നു. ആൻഡ് Z ട്രാൻസ്ഫോം ഓഫ് minus A raised to minus n plus n u of minus n minus 1 അതിൻ്റെ Z ട്രാൻസ്ഫോം എന്ന് പറയുന്നത് Z by Z minus A തന്നെ, ബട്ട് the ROC is less than mod A. ഓക്കെ, സോ ഇത് നോക്കിയാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും Z ട്രാൻസ്ഫോം സെയിം ആണ്, ബട്ട് റീജിയൻ ഓഫ് കൺവേർജൻസ് ഡിഫറെൻ്റ് ആണ്. അതാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രത്യേകത. രണ്ടിനും നമുക്ക് കിട്ടിയ ഇക്വേഷൻ സെയിം ആണ്.
ഓക്കെ. സോ ഇതാണ് ഇസഡ് ട്രാൻസ്ഫോം ഓഫ് എ റേസ് ടു മൈനസ് എ റേസ് ടു എൻ. നമ്മൾ ഇത് തന്നെ ഇസഡ് ട്രാൻസ്ഫോം ഓഫ് എ റേസ് ടു എൻ യു ഓഫ് മൈനസ് എൻ മൈനസ് 1 എന്ന് പറയുമ്പം എന്തോ എഴുതണം? ഇവിടെ ഉണ്ടായിരുന്ന ഒരു മൈനസ് നമുക്കിവിടെ ഇല്ല. സോ മൈനസ് ഇസഡ് ബൈ ഇസഡ് മൈനസ് എ ഫോർ മോഡ് ഇസഡ് ലെസ് ദാൻ മോഡ് എ. ഓക്കെ, ഇതായിരിക്കും ROC. സോ ഇതെല്ലാം നിങ്ങൾ ഓർത്തിരിക്കുക, ഇത് ഓർത്തിരിക്കുക. ഓക്കെ, ആൻഡ് റീജിയൻ ഓഫ് കൺവേർജൻസ് ഏതാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഇനി there is one more question. നമ്മൾ അവിടെ a raised to minus n u of n ചെയ്തായിരുന്നു. ഓക്കെ, ഇസഡ് ട്രാൻസ്ഫോം ഓഫ് എ റേസ് ടു മൈനസ് എൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തായിരുന്നു. മൈനസ് എൻ യു ഓഫ് എൻ ചെയ്തപ്പം നമുക്ക് കിട്ടിയത് എ ഇസഡ് ബൈ എ ഇസഡ് മൈനസ് 1 ഫോർ മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ മോഡ് 1/a എന്ന് കിട്ടി. ഓക്കെ, നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. Therefore ഇസഡ് ട്രാൻസ്ഫോം ഓഫ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ റേസ് ടു മൈനസ് എൻ മൈനസ് ഓഫ് എ റേസ് ടു മൈനസ് എൻ യു ഓഫ് മൈനസ് എൻ മൈനസ് 1 ആണ്. ഓക്കെ, സെയിം പോലെ തന്നെ നിങ്ങൾ ചെയ്താലും നിങ്ങൾക്ക് കിട്ടും എ ഇസഡ് ബൈ എ ഇസഡ് മൈനസ് 1 ബട്ട് മോഡ് ഇസഡ് ലെസ് ദാൻ മോഡ് 1/a and the ROC will be unit circle of radius 1/a and the ROC will be this portion. ഓക്കെ, സെയിം പോലെ തന്നെ ഇപ്പം നമ്മൾ ചെയ്തതുപോലെ തന്നെ ഇവിടെ നമുക്ക് എക്സ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു minus of summation n is equal to -1 to minus infinity എന്ത് കിട്ടും? a raised to minus n z raised to minus n എന്ന് കിട്ടും. നമ്മൾ ഡമ്മി വേരിയബിൾ എടുക്കുക. let m is equal to minus n, then when n is equal to 1 minus 1 m is equal to 1, and when n is equal to minus infinity m is equal to infinity. Okay, which is equal to minus of m is equal to 1 to infinity a raised to a z raised to m എന്ന് നമുക്ക് എഴുതാം. Okay, which is equal to 1 minus 1 by 1 minus a z. ഓക്കെ, സോ ഇത് ചെയ്ത് വരുമ്പം 1 minus a z minus 1. ഓക്കെ, സോ minus a z by 1 minus a z എന്ന് പറയും. a z by a z minus 1 എന്ന് വരും. ഓക്കെ, for mod a z less than 1 അല്ലെങ്കിൽ mod z less than 1 by mod a. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും ROC വരുന്നത്. സെയിം പോലെ തന്നെ ഞാൻ ജസ്റ്റ് എളുപ്പം എല്ലാ സ്റ്റെപ്സും എഴുതിയെന്നേ ഉള്ളൂ. നിങ്ങൾ ചെയ്ത് നോക്കുക, അപ്പം നിങ്ങൾക്ക് ഇത് തന്നെ വരും. ഓക്കെ, സോ ROC ഇതായിരിക്കും. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ദർ ഇസ് എ കൺക്ലൂഷൻ ഫോർ ദിസ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കുറച്ച് കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. അതായത് ഇഫ് the signal is right sided signal ആണെങ്കിൽ എന്ത് പറ്റും? ROC will be the region എന്താണ്? mod z
greater than a particular value a or 1 by a. Okay, if the signal is left sided signal, okay, ROC will be mod z less than a or 1 by a. Okay, അങ്ങനെ ആയിരിക്കും. ഓക്കെ, നമുക്ക് അതിൻ്റെ തന്നെ എഴുതാം a raised to n u of n, അതുപോലെ തന്നെ a raised to minus n u of n. ഇത് രണ്ടും റൈറ്റ് സൈഡഡ് സിഗ്നലാണ്. ഇതിൻ്റെ ROC എന്ന് പറയുന്നത് എന്താണ്? മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ എയും ഇവിടെ മോഡ് ഇസഡ് greater than 1 by a1. Okay, so it will be the region outside this circle of radius a or 1 by a, and ഇവിടെയായിരുന്നു നമ്മുടെ ROC എന്ന് പറയുന്നത്. ഓക്കെ, സോ റൈറ്റ് സൈഡഡ് സിഗ്നൽ ആയതുകൊണ്ട് ഇതായിരുന്നു ROC. നൗ a minus a raised to minus n u of minus n minus 1. This is a left sided signal. ROC was mod z less than mod a, and plus n minus n u of minus n minus 1 എന്ന് പറയുന്നത് ROC will be mod z less than 1 by mod a. So ഈ രണ്ട് കേസിലും ROC എന്ന് പറയുന്നത് ഇൻസൈഡ് ദ സർക്കിൾ ഓഫ് റേഡിയസ് എ അല്ലെങ്കിൽ 1 by a ആണ്. ഓക്കെ, സോ ഇത് ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ ആയിരുന്നു, ഇത് റൈറ്റ് സൈഡഡ് സിഗ്നൽ ആയിരുന്നു. ഓക്കെ, സോ ഇതിൽ നിന്നും ROCയുടെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പറയുന്നത്. ROC ബേസ്ഡ് ഓൺ എന്താണ് പ്രോബ്ലംസ് നമ്മൾ പ്രോപ്പർട്ടീസ് പറയുവാണ്. സോ ഇതൊരു പ്രോപ്പർട്ടിയാണ്, ആൻഡ് ഇത് രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ROC ഓഫ് എ ഡബിൾ സൈഡഡ് സിഗ്നൽ. ഓക്കെ, ഫൈൻഡ് ദ Z ട്രാൻസ്ഫോം ഓഫ് x of n is equal to b raised to mod n. ഓക്കെ, b raised to mod n എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ്റെ ROC ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, സോ x of n can be written as b raised to positive n u of n. Okay, this will lead from n from 0 to infinity. ഇനി 0 നമുക്ക് വേണ്ട. സോ പ്ലസ് b raised to minus n u of minus n minus 1. ഓക്കെ, ഇങ്ങനെ ഈ സിഗ്നലിനെ എഴുതാം. സോ ഈ സിഗ്നൽ -1 ടു ഇൻഫിനിറ്റി -ഇൻഫിനിറ്റി ആയിരിക്കും വേരി ചെയ്യുന്നത്, ഇത് 0 ടു ഇൻഫിനിറ്റി ആയിരിക്കും വേരി ചെയ്യുന്നത്. സോ ടോട്ടൽ നമുക്ക് -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി നമുക്ക് സിഗ്നലുണ്ട്. സോ ബി മോഡ് n എന്ന് പറയുമ്പോൾ ഹോൾ സിഗ്നൽ ഫ്രം -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്. സോ ഇതിനെ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ആക്കി എഴുതാം. മനസ്സിലായോ? നൗ ടേക്ക് b raised to n u of n ൻ്റെ z ട്രാൻസ്ഫോം. നമ്മൾ a raised to n u of n ൻ്റെ z ട്രാൻസ്ഫോം എടുക്കണ്ടായിരുന്നു. അത് തന്നെ b raised to n u of n ആണെങ്കിൽ z by z minus b ആകും. ഫോർ ROC എന്ന് പറയുന്നത് എന്താണ്? മോഡ് z ഗ്രേറ്റർ ദാൻ എന്താണ്? മോഡ് ബി ആയിരിക്കും. ആൻഡ് സെക്കൻഡ് വൺ Z ട്രാൻസ്ഫോം ഓഫ് നമ്മൾ കണ്ടത് ഏതാണ്? b raised to minus n u of minus n minus 1. ഓക്കെ, നമ്മൾ ഡിറൈവ് ചെയ്തത് ഇതാണ്. ദാറ്റ് ഈസ് z minus b ഫോർ ROC എന്ന് പറയുന്നത് എന്ത്? സോറി, പ്ലസ് n ആണ് നമ്മൾ കണ്ടത്. ROC എന്ന് പറയുന്നത് മോഡ് z ലെസ് ദാൻ മോഡ് ബി ആണ്. ഓക്കെ, ഇതിനെ നമുക്ക് -n ആക്കണം, അതുപോലെ ഇവിടെ ഒരു മൈനസ് സൈൻ ഇല്ല. സോ Z ട്രാൻസ്ഫോം ഓഫ്
b raised to minus n u of minus n minus 1 is equal to, നമുക്കിതിനെ എങ്ങനെ എഴുതാം? നമ്മൾ മൈനസ് എന്നിൻ്റെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിനെ നമുക്ക് വേറൊരു രീതിയിലും കാണാം. 1/b raised to n എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം. u of minus n minus 1. ഓക്കെ, ഇത് നമ്മൾ കണ്ട സെയിം ഇക്വേഷൻ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു z ബൈ z മൈനസ് 1/b, അല്ലെങ്കിൽ ഇത് തന്നെയാണ് ബി ഇസഡ് ബൈ ബി ഇസഡ് മൈനസ് 1 എന്നും പറയുന്നത്. ഓക്കെ, ഇസഡ് ബൈ ഇസഡ് മൈനസ് 1/b. ഓക്കെ, നമ്മളിവിടെ ഇവിടെ കണ്ടുപിടിച്ച ഈ സെയിം ഇക്വേഷൻ ഇതിനെ നമുക്ക് z ബൈ z മൈനസ് 1/a എന്നും എഴുതാം. ഓക്കെ, സെയിം ഇക്വേഷനെ എനിക്കിങ്ങനെ എഴുതാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയേക്കുന്നത്. സോ നമ്മൾ പറഞ്ഞായിരുന്നു ആർ ഒ സി എന്ന് പറയുന്നത് മോഡ് z ലെസ് ദാൻ 1/mod b. ഓക്കെ, സോ ഇതിൻ്റെ രണ്ടിൻ്റെ ഞാൻ എഴുതി. ഇനി ആർ ഒ സി സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഫസ്റ്റിൻ്റെ ആർ ഒ സി എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഇസ് എ ബി സർക്കിൾ ആൻഡ് ഔട്ട്സൈഡ് വിൽ ബി ആർ ഒ സി അല്ലേ? ഔട്ട്സൈഡ് ആയിരിക്കും ഫസ്റ്റ് ബി റേസ് ടു എൻ യു ഓഫ് എന്നിൻ്റെ ആർ ഒ സി എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആർ ഒ സി എന്ന് പറയുന്നത് there is a circle 1/b and it will be inside. Okay, so total signal ഞാൻ എഴുതുവാണെങ്കിൽ is a transform of b mod n എന്ന് പറയുന്നത് is equal to z by z minus b. ഒരു കാര്യം കൂടെ ഉണ്ട്, ഇവിടെ മൈനസ് ഇല്ലായിരുന്നു, ഹെൻസ് നമുക്കിവിടെ മൈനസ് വേണം. ഇവിടെ മൈനസ് ഉള്ളത് കൊണ്ടാണ് ഇവിടെ മൈനസ് ഇല്ലാത്തത്. ഹെൻസ് ഇവിടെ മൈനസ് ഇല്ല, ഹെൻസ് ഇവിടെ നമ്മൾ മൈനസ് ഇട്ടു. ഓക്കെ, സോ മൈനസ് ഇസഡ് ബൈ ഇസഡ് മൈനസ് 1/b. ഓക്കെ, ഇനി ഇതിനെ രണ്ടിനെയും കൂടെ മെർജ് ചെയ്യുവാണെങ്കിൽ 1/b ഉണ്ട്, b ഉണ്ട്. ഓക്കെ, സോ z will be, mod z will be in between 1/b and b. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ കോമൺ ആർ ഒ സി എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് തോന്നാം b ഉണ്ട് 1/b ഉണ്ട്. ഓക്കെ, b2 ആണെങ്കിൽ 1/b എന്ന് പറയുന്നത് എന്താണ്? 1/2 ആണ്. സോ നമ്മൾ വരയ്ക്കുമ്പം നടുക്ക് 1/2 ആൻഡ് വെളിയിൽ 2 വരും. ഈ റീജിയൻ അല്ല, ലെസ് ദാൻ 1/bയും ഇങ്ങനൊരു റീജിയനാണ് നമുക്ക് കിട്ടുന്നത്. കോമൺ ആയിട്ട് ഒരു റീജിയനും നമുക്ക് കിട്ടത്തില്ല. ഹെൻസ് റേഞ്ച് ഓഫ് b should be between 0 and 1. കാരണം എന്താണ്? b 0.5 ആണെങ്കിൽ 1/b will be equal to 2 അല്ലേ? b 0.25 ആണെങ്കിൽ 1/b will be equal to 4. ഓക്കെ, സോ ബിയുടെ റേഞ്ച് ബിറ്റ്വീൻ 0 and 1 ആയിരിക്കണം. എന്നാൽ മാത്രമേ ആർ ഒ സി നമുക്ക് ഒരു റീജിയൻ ഓഫ് കൺവേർജൻസ് കാണത്തുള്ളൂ. ബി അകത്തെ സർക്കിളും ആൻഡ് 1/b വെളിയിലത്തെ സർക്കിളും. ഓക്കെ, 1/b ആൻഡ് ദ ആർ ഒ സി വിൽ ബി ദ കോമൺ റീജിയൻ ബിറ്റ്വീൻ ദീസ് ടു. ഓക്കെ, മനസ്സിലായോ? ദിസ് വിൽ ബി ദ ആർ ഒ സി ഇൻ ദ ഇസഡ് പ്ലെയിൻ ഫോർ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഫോർ എ 2-sided സിഗ്നൽ, ഇപ്പം നമ്മൾ കണ്ടത് ഒരു 2-sided സിഗ്നലാണ്. ഓക്കെ,
ഫോർ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫറൻസ് ആണ് ഫോർ എ ടു സൈഡഡ് സിഗ്നൽ ROC will be a strip between two circles of radius R1 and R2. Okay, between two circles of radius R1 and R2. R1 ഉം R2 ഉം two circles ആണ്. And the ROC will be എന്താണ്? mod Z less than R2 less than R1 for R2 greater than R1. R2 should be greater than R1. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലേ ROC എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ, എന്നാൽ മാത്രമേ Z ട്രാൻസ്ഫോമും എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ ROC എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ദാറ്റ് ഈസ് B ഷുഡ് ബി ബിറ്റ്വീൻ 0 and 1, ദെൻ ROC ഷുഡ് ബി അല്ലെങ്കിൽ റീജിയൻ ഓഫ് കൺവേർജൻസ് വിൽ ബി ബിറ്റ്വീൻ B and 1/B. കാര്യം മനസ്സിലായല്ലോ? അല്ല, ഈ ഒരു കണ്ടീഷൻ ആണെങ്കിൽ എന്താ ROC എക്സിസ്റ്റ് ചെയ്യും.